എഴുന്നേക്കൂ. ദേ, എഴുന്നേക്കാൻ. എഴുന്നേക്കൂ, എഴുന്നേക്കാൻ. പേടിക്കണ്ട, അവരൊക്കെ ഓടിക്കഴിഞ്ഞു. വളരെ നന്ദി സാർ. ഇങ്ങനൊരു അപകടം വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? സാർ നല്ല സമയത്ത് വന്നു. ഇല്ലെങ്കിൽ ജീവനും കൂടി നഷ്ടപ്പെട്ടേനെ. അവർക്ക് അതിനൊന്നും കഴിഞ്ഞില്ലല്ലോ. വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. വേണ്ട സാർ, ഇപ്പോൾ തന്നെ സാർ എനിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടി. ഇനിയും ഞാൻ തനിയെ പോയിക്കൊള്ളാം. എന്തിന് വീണ്ടും അവരുടെ വായിൽ ചെന്ന് വീഴാനോ? വരൂ, നമുക്ക് പോകാം. വരൂ, വരൂ. മോൾ എന്താ ഇത്ര താമസിച്ചത്? ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. കൂടെ ആരാ? എന്റെ പേര് വിജയൻ. ആ, വരൂ. ആ, ഇരിക്കൂ. ആയ, ഇദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ ആയിക്കെന്നെ ഇപ്പോഴും കാണാൻ സാധിക്കില്ലായിരുന്നു. എന്തു പറ്റി മോളെ? ഒന്നുമില്ല. ആരോ ഒന്ന് രണ്ട് റൗഡികൾ പ്രിയയെ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. എന്നിട്ട് ഞാൻ അവരെ വിരട്ടി, അത്ര തന്നെ. എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. ഇങ്ങനെ വരുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. എന്ത്? ആയിക്ക് നേരത്തെ അറിയാമായിരുന്നു? പിന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല? ആരോട് പറയാൻ? ഈ പെൺകുട്ടിയോടോ? ആയാ, വർത്തമാനം തുടങ്ങിയോ? നിങ്ങൾ സംസാരിക്കും, ഞാനിതാ വരുന്നു. ഇവിടെ വേറെ പുരുഷന്മാരാരുമില്ലേ? ഒരു പുരുഷനുണ്ടായിരുന്നു. അതാ. ഇത് മിസ്റ്റർ ശിവശങ്കരന്റെ ഫോട്ടോ അല്ലേ? അതെ മോനെ, ആ ശിവശങ്കരൻ സാറിന്റെ മകളാണ് പ്രിയ. ഓഹോ, അദ്ദേഹം വലിയ കോടീശ്വരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളും പ്രിയയും ഈ കൊച്ചു വീട്ടിൽ എങ്ങനെ വന്നു? അതാണ് മോനെ, പണം കൂടിപ്പോയത് കൊണ്ട് വന്ന വിന. അങ്ങനെയോ? അപ്പൊ മിസ്റ്റർ ശിവശങ്കരൻ പാപ്പരായാണോ മരിച്ചത്? അല്ല മോനെ, അതൊരു വലിയ സംഭവമായിരുന്നു. 6 മാസമേ ആയുള്ളൂ നടന്നിട്ട്. അന്ന് പ്രിയ ഡൽഹിയിൽ പഠിക്കുകയായിരുന്നു. ഒരു ദിവസം. നമസ്കാരം മുതലാളി. മുതലാളിയുടെ ഭാവം കണ്ടാൽ എന്റെ മുഖത്ത് നോക്കുന്നതിനെ വലിയ വെറുപ്പാണെന്ന് തോന്നുന്നല്ലോ. അതെ, വെറുപ്പാണ്. നീ എന്തിനിവിടെ വന്നു? എന്നെ കണക്ക് പറഞ്ഞു പിരിച്ചുവിട്ടപ്പോ മുതലാളിക്ക് സ്വസ്ഥത കിട്ടി. പക്ഷെ എനിക്കോ ദുഷ്പേര്. ശിവശങ്കരൻ മുതലാളി വെറുതെ എന്നെ പിന്നെ ആർക്കു വേണം? നിന്നെ ആർക്കും വേണ്ടാത്തതുകൊണ്ടല്ല, നീ മറുനാട്ടിലേക്ക് പെൺകുട്ടികളെ കയറ്റി അയക്കുന്ന ഒരു ഏർപ്പാട് തുടങ്ങിയില്ല, അതുകൊണ്ടാണ്. അത് ഞാൻ സഹിച്ചോളാം. പക്ഷേ പണമില്ലാത്ത പ്രയാസം ആര് സഹിക്കും? നിനക്ക് തരാനുള്ള പണം മുഴുവൻ നമ്മുടെ ഇടപാട് തീർപ്പോൾ ഒരൊറ്റ പൈസ ബാക്കി വെക്കാതെ ഞാൻ തന്നു തീർത്തു. അതുകൊണ്ടായില്ല മുതലാളി. ഞാൻ എന്ത് ചെയ്യാന്? മറ്റൊന്നും ചെയ്യാനില്ല. എനിക്കൊരു 10 ലക്ഷം രൂപ തന്നാൽ മതി. 10 ലക്ഷം ഉറുപ്പിക്ക് വേണേ 1-2 കുറയ്ക്കാം. എന്റെ അടുത്ത് ഒരു പൈസ പോലുമില്ല. നിനക്ക് പോവാം. അപ്പൊ ശരി, മുതലാളിയുടെ അടുത്ത് പണമില്ല. എനിക്ക് മുതലാളിയുടെ പേഴ്സണൽ ഡയറി കിട്ടിയാൽ മതി. ഡയറിയോ? അല്ല, ഈ ഡയറി എന്ന് പറഞ്ഞപ്പോ ഇത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു? രാജു, വളച്ചുചുറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഭയന്ന് അനേകം കോടി രൂപ വിലപിടിപ്പുള്ള രത്നങ്ങളും വൈരങ്ങളും മുതലാളി എവിടെയോ ഒളിച്ചു വെച്ചിട്ടില്ലേ? ഓ, മകൾ ഡൽഹിയിൽ നിന്ന് വരുമ്പോ കല്യാണം കഴിച്ചു കൊടുത്ത് അവളെ ഏൽപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് അല്ലേ? ആ സ്വത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങളൊരു ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടില്ലേ? ആ ഡയറിയെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. നീ എന്നെ ഭയപ്പെടുത്തി ഡയറി എടുത്തോട്ട് പോകാൻ വന്നിരിക്കുകയാണോ? ഭയപ്പെടുത്താനൊന്നുമല്ല. മുതലാളിക്ക് എന്നെ ശരിക്കും അറിയാമല്ലോ. ഈ വീട്ടിൽ എവിടെ ഡയറി ഉണ്ടെങ്കിലും അത് ഞാൻ എടുക്കും. രാജു, നിൽക്കവിടെ. ഞാൻ ജീവിച്ചിരിക്കുക എന്റെ വീട്ടിൽ കയറി എന്തും എടുത്തോട്ട് പോകാന്നാണോ ഭാവം? കൊന്നുകളെ ഞാൻ. ഓ, ഇടവിട്ടപ്പാ. വെടി ശബ്ദം കേട്ട് ഞാൻ ഓടിച്ചെന്നപ്പോൾ മുതലാളി പറഞ്ഞു, നീ എന്നെ രക്ഷിക്കാൻ നോക്കണ്ടെന്ന്. ഞാൻ കിടന്ന് നിലവിളിച്ചപ്പോൾ അവന്മാർ ഓടിക്കളഞ്ഞു. കഷ്ടം. ആ ഡയറി എടുത്ത് എന്റെ മോളെ ഏൽപ്പിക്കണമെന്ന് മാത്രമേ പിന്നെ എന്റെ മുതലാളിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ വന്നതിന് ശേഷമാണ് അവന്റെ പേരിൽ കേസ് കൊടുപ്പിച്ചത്. എന്നിട്ട് കേസ് എന്തായി? ശരിയായ സാക്ഷികളില്ലായിരുന്നു. അവൻ അനുകൂലമായി സാക്ഷി പറയാൻ ആളുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. പക്ഷേ ഈശ്വരന്റെ കോടതിയിൽ അവൻ എന്തായാലും ശിക്ഷയുണ്ട് മോനെ. ആ ഡയറിക്ക് വേണ്ടി കഴുകന്മാരെ പോലെ ഞങ്ങളെ വട്ടമിട്ടു.
ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ കേരളം തന്നെ വിട്ടു. ഇപ്പോൾ ആരും അറിയാതെ ഞങ്ങൾ ഇവിടെ താമസിക്കുകയായിരുന്നു. ഒരുപക്ഷെ അവന്റെ ആളുകൾ ഞങ്ങളെ കണ്ടുപിടിച്ചിരിക്കും. അവന്മാരല്ലാതെ എന്റെ കുഞ്ഞിന് ഇവിടെ വേറെ ശത്രുക്കൾ ആരുമില്ല. നിങ്ങളുടെ ബന്ധുക്കളാരും കേരളത്തിലില്ലേ? ഉണ്ട്. പക്ഷെ ആരെ വിശ്വസിക്കും മോനെ? മുതലാളിയുടെ ബന്ധുക്കളെ എല്ലാം രാജുവിനും അറിയാം. ആ ഡയറി എവിടെ? അതെന്റെ കയ്യിലുണ്ട്. ഞാൻ എത്രയോ തവണ അത് വായിച്ചു നോക്കി. അച്ഛന്റെ ദിനചര്യക്കുറിപ്പുകളല്ലാതെ പ്രത്യേകിച്ച് അതിലൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചു കളയരുത്. പഴയ ആളുകൾ ലക്ഷ്യമില്ലാതെ ഒന്നും ചെയ്യുകയില്ല. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും രഹസ്യം ആ ഡയറിയിൽ കാണും. ഞങ്ങളെ കൊണ്ടത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. എനിക്കതിൽ ഒരു വിശേഷവും ഉണ്ടെന്ന് തോന്നുന്നില്ല. സാറ് വേണമെങ്കിൽ നോക്കണം. പ്രിയയ്ക്ക് വിശ്വാസമില്ലാത്ത നിലയ്ക്ക് അങ്ങനെയൊന്നുമില്ല മോനെ. നീ അവളുടെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ട് അവൾക്ക് കിട്ടേണ്ട സ്വത്ത് കൂടി നീ കണ്ടുപിടിച്ചു കൊടുക്കണം. ആയ പറയുന്നത് ശരിയാണ്. പക്ഷേ ഒരു പക്ഷേയുമില്ല മോനെ. ആരും തുണയില്ലാത്ത ഞങ്ങളെ നീ തന്നെ സഹായിക്കണം. ആണിനെ പെറ്റാൽ അന്യന് തുണയെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ അവനോട് പറയുന്നത് പോലെയാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഞാൻ സഹായിക്കാമേ. പ്രിയേ, ആ ഡയറി ഒന്ന് എടുത്തോണ്ട് വരൂ. അതാ നമ്മുടെ വീട് അവര് കണ്ടുപിടിച്ചു. ഇനി രക്ഷയില്ല. എല്ലാം തകർന്നത് തന്നെ. ഒന്നും തകരുകയില്ല. നിങ്ങൾ എന്റെ കൂടെ വരൂ. എന്റെ വീട്ടിൽ താമസിക്കാം. അവിടെ മറ്റാരുമില്ല. നിങ്ങളെ തനിയെ വിട്ടിട്ട് പോകാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞങ്ങളോ? സാറിന്റെ വീട്ടിൽ വന്നാൽ ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സുഖമായി അവിടെ താമസിക്കാം. എന്നെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ശരിയാ മോളെ. ഇത് ദൈവം കാണിക്കുന്ന വഴിയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നമുക്ക് ആരുമില്ലല്ലോ.